ഞങ്ങൾ ഈ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ നിന്ന് പറയാണ്. ഇത് സുഗതൻ സാറ്. അയ്യോ, ഞങ്ങൾ രാവിലെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കായിരുന്നു. നമസ്കാരം. അതെന്തിനാ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്നു? അല്ല, സാറന്മാര് വരുമെന്ന് വിചാരിച്ച് വെളുപ്പിനെ തൊട്ട് ഞങ്ങൾ റോട്ടില് കാത്തു നിൽക്കായിരുന്നു. ഇപ്പൊ ഇങ്ങോട്ട് അകത്തേക്ക് കയറിയതേ ഉള്ളൂ ഇത്തിരി വെള്ളം കുടിക്കാൻ. സാറേ കയറി നിങ്ങൾ. സാറേ കേറാല്ലേ? വേണ്ട. സാറേ കുടിക്കാൻ എന്താണ്? ചായ ആണോ മോരുവെള്ളം? മോരുവെള്ളം എടുക്കാല്ലേ? വേണ്ട. ഓക്കെ, ആ സ്ഥലം ഒന്ന് പോയി കാണാം. സ്ഥലം കാണാനൊന്നുമില്ല സാറേ. ഇവിടുന്ന് ഒരു 10-200 മീറ്റർ ദൂരെയാണ്. പിന്നെ പോട വഴി കല്ലും മുട്ടിയൊക്കെ നിറഞ്ഞാണ്. ഇപ്പൊ റോഡ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊന്നും വണ്ടിയും പോവില്ല, ചാടിയായിട്ട് കിടക്കാണ്. അല്ല, ഞാൻ വരണ വഴിക്ക് കണ്ടു. അത് ആ റോഡിന്റെ അവിടെ നിന്ന് ഒരു 50 അടി ഹൈറ്റിലുള്ള അങ്ങനെ കുന്നായിട്ട് കിടക്കണം. അതിന്റെ മുകളിൽ വേറെ 1-2 വീടുണ്ടല്ലോ. അത് ആ ശീതളന്റെ വീട്. അതൊന്നും കുഴപ്പമില്ല സാറേ. അല്ലാതെ അടിയിൽ മണ്ണെടുക്കുമ്പോ അത് ചിലപ്പോ പ്രശ്നമാവാൻ വഴിയുണ്ടത്. ഇല്ല, നമ്മള് വിട്ടിട്ടാണല്ലോ എടുക്കുക. അല്ല, എന്നാലും ഇത് ഒപ്പിട എങ്ങനെ സ്ഥലം കാണാതെ? സത്യശീല, നിങ്ങളുടെ സ്ഥലത്തുനിന്ന് മണ്ണെടുത്തിട്ട് ലോറിയിൽ കൊണ്ടുപോകണ്ടേ? അത് വേണം. അതിനുള്ള ട്രാൻസിറ്റ് പെർമിറ്റ് ഒപ്പിടേണ്ടത് സുഗതൻ സാറാണ്. അപ്പൊ സുഗതൻ സാർ ഈ സ്ഥലം കണ്ടിരിക്കണം നിർബന്ധമായിട്ട്. ഒന്നാമത് സാറിന് കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന സ്ഥലമല്ലാന്നത്. ശരി ശരി, വേണ്ടെങ്കിൽ വേണ്ട. നീ മറ്റു പേപ്പറൊക്കെ റെഡി അല്ലേ? സാറിന് കാണണ്ടേ പിന്നെ വിഷയമൊന്നുമില്ല. എല്ലാ പേപ്പറും റെഡി അല്ലേ? എല്ലാം ഉണ്ട് സാറേ, എല്ലാം വെച്ചിട്ടുണ്ട്. അന്ന് സാറ് പറഞ്ഞിട്ടില്ലേ, മറ്റേ കരടച്ച റെസിപ്റ്റ് വേണം, പിന്നെ വീടിന്റെ പെർമിറ്റ് വേണം, പ്ലാൻ സ്കെച്ച്, അതെല്ലാം വെച്ചിട്ടുണ്ട്. പേപ്പറൊക്കെ ഉണ്ട് സാറേ. ശരിക്കും നോക്ക്, എല്ലാ പേപ്പറും ഇല്ലേ നോക്ക് ശരിക്കും. സാറേ, ഇതില് ഏയുടെ ഒപ്പില്ല. ഏയുടെ ഒപ്പില്ല. അപ്പൊ നീയല്ലേ പോയിട്ട് ഏയുടെ ഒപ്പ് വാങ്ങിച്ചു വന്നത്? മെയിൻ ആയിട്ട് വേണ്ടത് അതല്ലേ. ആ ഒപ്പില്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കുക? സാറേ അങ്ങനെ വരൂലെന്നേ. ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ 2-3 ദിവസം കേറി ഇറങ്ങിയിട്ടാ ഏയുടെ ഒപ്പ് കിട്ടിയത്. എവിടെ ഒപ്പ്? ഞാൻ കണ്ടതാ ഒരു പച്ച മഷിയില്. ഇതാണ് ഒപ്പ്. ഇതൊരു ഏയുടെ ഒപ്പേ. ഏയുടെ ഒപ്പാണോ അത്? സാറേ ഏയ് ഒപ്പിട്ടതാ അത്. അങ്ങനെ ഒരു വരം കുറിയൊന്നും ഇട്ട ഒപ്പാവില്ല. ഒപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു അർത്ഥം ഉണ്ടാവണം. അതെ, സാറ് പിന്നെ ഇവിടെ സ്ഥലം നോക്കാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു അയച്ചില്ലേ? ഓഫീസിൽ നിന്ന് അയച്ചു. അതിനുള്ള ഒപ്പ് വേണ്ടപ്പോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എന്താ കുരിച്ചു വരച്ച മാതിരിയാണ്. ഒരു വരണ്ടിട്ട് ഇങ്ങനെ. അത് സുഗതൻ സാറിന്റെ ഒപ്പാണല്ലോ. അതാ പറയണ. അപ്പൊ അത് കുരിശല്ലേ? കുരിശാത് അല്ല, കുരിശിനെ പോലെ ഉണ്ട് പറയേ. എടോ, ഇത് ഐന്ന് ഇട്ടിട്ടൊരു വെട്ടല്ലേ? ഐന്ന് പറഞ്ഞ എന്താ? കണ്ണ്. ഐന്ന് പറഞ്ഞ കണ്ണെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഞാൻ എന്ന ഭാവം പാടില്ല. ആ ഞാൻ എന്ന ഭാവത്തെ വെട്ടി മാറ്റിയതിന്റെ അടയാളാണത്. അതായത് അഹംഭാവം പാടില്ല. അല്ല, ഇനിയിപ്പോ നവീൻ ഒരു കാര്യം ചെയ്തു സാറേ. ഏയിലെടുത്ത് ആ ഒപ്പ് മാറ്റിയിട്ട് ഒരു അർത്ഥമുള്ള ഒപ്പിടാൻ വേണ്ടിട്ട് ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ കൊടുത്താലോ? അല്ല സാറേ, ചിലപ്പോ ആ ഒപ്പിന് ഇതുപോലെ എന്തെങ്കിലും അർത്ഥം ഉണ്ടാവും. നമുക്കത് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും. സാറേ, ഇനി ഈ ഒപ്പിന്റെ പേരിൽ ഒരു പ്രശ്നം പറയല്ലേ. ഏട്ടനാണെങ്കിൽ ഇന്ന് കടയിൽ പോലും പോവാതെ വെളുപ്പിനെ തൊട്ട് റോട്ടിൽ ഒന്ന് നോക്കി നിക്കുക. കടയാണോ? ഒരു ബിസിനസ്. എന്തിന്റെ കട? ചെരുപ്പൊക്കെ. ബിസിനസ്, ബാഗ്, ചെരുപ്പൊക്കെ. എന്ത് കിട്ടും? അങ്ങനെയൊന്നുമില്ല, എന്നാലും ഒരു 10,000 ഉറുപ്പ്യൊക്കെ. ഇങ്ങനെ ഈ 5,000 ഉറുപ്പ്യ എന്ന് പറയുമ്പോ അതിൽ നമുക്ക് ലാഭം എത്ര കിട്ടും? ഒരു 1,000 ഉറുപ്പ്യ കിട്ടും. കഷ്ടിച്ച് കഴിഞ്ഞുകൂടാ, അത്രേ ഉള്ളൂ. അല്ല പരിചാതാ, ഇപ്പൊ അവരുടെ അവിടെ കിടക്കണ മണ്ണേ ഏകദേശം ഒരു 10-600 ടൺ ഉണ്ടാവില്ലേ? സാറിന് വട്ടാണ്. അത് 750 ടൺ മണ്ണുണ്ടെന്നേ. 750 ടൺ മണ്ണുണ്ട്. ഒരു ടണ്ണിന് 20 ഉറുപ്പ്യ വെച്ചിട്ടേ സർക്കാരിന് റോയൽറ്റി അടയ്ക്കണം. അപ്പൊ ഒരു 750 ടൺ ആകുമ്പോ എത്ര വരും? അതിപ്പോ കൂട്ടാൻ എന്താ ഉള്ളു? പയറ്റിക്കാല്, കാല്, മുക്കാല്, ഒരു 15,000 രൂപ വരും. 15,000 ഉറുപ്പ്യോ? അത് വരും. അയ്യോ എന്റെ സാറേ, അത്ര ഒന്നും എന്റെ കയ്യിൽ അടക്കണ്ടാവല്ലോ. അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ അടക്കണ്ട. മണ്ണ് അവിടുന്ന് നീക്കാൻ പറ്റില്ല, അവിടെ തന്നെ കിടക്കും, ആരും തൊടില്ല. അയ്യോ അങ്ങനെ പറയല്ലേ സാറേ. എടോ, ഇപ്പൊ പണ്ടത്തെ പോലൊന്നല്ല. മണ്ണ് എടുക്കണമെങ്കിൽ ഞങ്ങൾ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് തന്നെ വിചാരിക്കണം. അതിന് പെർമിറ്റ് വേണമെങ്കിൽ 15,000 രൂപ തന്നെ അടക്കേണ്ടി വരും. അയ്യോ അത്രയൊന്നും എന്റെ കയ്യിൽ ഉണ്ടാവില്ലേ സാറേ, അതുകൊണ്ടാണ്. ഇതൊന്നും ശരിയാവില്ലടോ. പോവാ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കും സാറേ. അത് സത്യശീല, അത് സാർ ഒരു 300 ടണ്ണായിട്ട് അങ്ങനെ എഴുതി തരും. അപ്പൊ എത്ര രൂപ അടക്കേണ്ടി വരും? ഒരു 5-6 ഉറുപ്പ്യ അടക്കേണ്ടി വരും. ആണല്ലോ. അതിന് 300 ഉള്ളൂ. ഒന്നും ശരിയാവില്ലടോ. സാർ ഇരിക്കി, അത് 300 ടണ്ണാവുമ്പോ നിങ്ങൾക്ക് എന്ത് ലാഭം കിട്ടും? അപ്പോ ഒരു 9,000 ഉറുപ്പ്യോളം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കിട്ടണ ലാഭം 9,000 ഉറുപ്പ്യ. ആ 9,000 രൂപ 50-50 ആക്കുകയാണെങ്കിൽ സംഗതി നടക്കും. എന്താ സാറേ? നാളെ കൊടുക്കാൻ പറഞ്ഞു.
ആലോചിച്ചു. ആലോചിക്കാനൊന്നുമില്ല, ചെയ്യാനല്ല അല്ലാണ്ടെന്താ സംഭവിക്കുക. അങ്ങനെ പിന്നെ നാളെ കാശായിട്ട് വന്നോട്ടോ, പെർമിറ്റ് കൊടുക്കാം. അപ്പൊ സത്യശീലൻ നാളെ കാശായിട്ട് ഓഫീസിൽ വന്ന പെർമിറ്റ് ഇതേ പിടിച്ചു. ഓക്കെ. ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ.